പ്രൈസ് ദി ലോർഡ്. ഹെഡ്മീൽ ഉടമ യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ഡിഷാണ്. ബ്രൊക്കോളി കൊണ്ട് സാധാരണ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നമുക്കൊരു ടേസ്റ്റി ഡിഷ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്ന് കാണിക്കുന്നത്. എന്റെ അടുത്ത് പലരും പറയാറുണ്ട് ഡയറ്റിംഗ് ആണ്, അപ്പോൾ ചോറും മറ്റുള്ള ചപ്പാത്തിയോ അങ്ങനെയുള്ളതൊന്നും കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പകരം എന്തെങ്കിലും ബാജി അങ്ങനെ കഴിക്കാനായിട്ട് എന്തെങ്കിലും നല്ല ഡിഷുകൾ പരിചയപ്പെടുത്തണമെന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ഡിഷാണ് ഇന്നത്തേത്. അതായത് നിങ്ങൾ ചോറും ചപ്പാത്തി ഒന്നും കഴിക്കേണ്ട, ഇതിൽ കുറച്ച് കഴിച്ചാൽ മതി. നല്ല വിശപ്പും നിൽക്കും, നല്ല ഫില്ലിങ്ങുമാണ്. ഇതിപ്പോ ഇന്ന് മേടിച്ചുകൊണ്ട് വന്ന ഫ്രഷ് ആയിട്ടുള്ള ബ്രൊക്കോളിയാണേ. ഇത് ഒരു മീഡിയം സൈസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കട്ടിയില്ലാത്ത ഭാഗം, തണ്ടിന്റെ ഭാഗവും ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. ദേ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടാൽ മതി. എത്രയും തണ്ടിന്റെ ഭാഗം നമുക്ക് എടുക്കാൻ പറ്റുമോ, അതായത് കട്ടിയില്ലാത്ത, അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് തുടങ്ങാം. പാൻ വെച്ച ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണ വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യും യൂസ് ചെയ്യാമേ, ഭയങ്കര ടേസ്റ്റ്. എണ്ണ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് ഒരു വലിയ സവോള, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളിയും എടുക്കാമേ. ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡ് ഒന്നും ചെയ്യാതെ പാനിൽ ലേശം എണ്ണ ഒഴിച്ച് ഈ ബ്രൊക്കോളി ഒന്ന് ജസ്റ്റ് ചൂടാക്കി കുരുമുളകും ഉപ്പും വിതറി അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഒന്ന് വയളട്ടെ, അല്ലെങ്കിൽ ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഈ ബ്രൊക്കോളി ഉള്ള ദിവസങ്ങളിൽ ഉച്ചക്കത്തെ എന്റെ ടിഫിൻ ഇതാണ്, അതായത് ഇത് മാത്രം. ചിലപ്പോൾ വൈകിട്ടത്തെ ആഹാരം ഇതായിരിക്കും. എപ്പോ ഏത് സമയത്ത് ഉണ്ടാക്കുന്നോ അതനുസരിച്ച് കഴിക്കും. എന്നിട്ട് ഇത് മൊത്തം കഴിക്കുമെന്നല്ലേ. ഈ സവാള അങ്ങ് ഒത്തിരി വയലണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം ജീരകപ്പൊടി, ചെറിയ ജീരകം, നല്ല ജീരകം. ഇത്തിരി സ്പൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി ടേസ്റ്റ് കൂടും, അത്രേ ഉള്ളൂ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, 3/4 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ പച്ചമുളക് ചേർക്കാത്തത് ബ്രൊക്കോളിക്കും പച്ചക്കളറ്, പിന്നെ പച്ചമുളക് കൂടെ കടിച്ചാലേ അത് പേടിച്ചാണ് മുളക് പൊടി ചേർത്തത്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കാമേ. സവാള ഒരു 2-3 മിനിറ്റ് വഴണ്ട, അത്രയുള്ള അത്രയും മതി. മൊത്തത്തിലൊന്നും വയലണ്ട, നമുക്കൊരു പച്ചപ്പ് പോലെ കടിക്കണം, അതാണ് ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഇതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, തീ ഏറ്റവും സ്ലോയിലായിട്ടേക്കുന്നേ. ഇനി നമുക്ക് ഇത് ഒന്ന് അടച്ചു വെച്ച് ഇച്ചിരി നേരം ഒന്ന് വേവിക്കാം. ഒത്തിരി നേരം വേണ്ട. ഇപ്പൊ ഇതിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തീരെ ചെറു തീയിലാണ് ഇട്ടിരുന്നത്. അപ്പൊ ഇതിന്റെ എരിയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. എരി വേണോ വേണ്ടയോ, കുരുമുളക് മാത്രം മതിയോ, മുളക് പൊടി വേണോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം. ഞാൻ ഈ പരുവത്തിലാ ഓഫ് ചെയ്യുന്നത്, കാരണം എനിക്ക് ഇത് ഒത്തിരി വേവണ്ട. കടിക്കുമ്പോ ആ കരകര സൗണ്ട് ഉണ്ടല്ലോ, അതെനിക്ക് കേൾക്കണം. ആ ഒരു പരുവാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇനി ഇത് വേവിക്കണമെങ്കിൽ വേവിക്കാം, അടച്ചിട്ടിരുന്നാൽ മതി, വെന്തോളും. അതല്ല ഈ പരുവം മതിയെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. ഇത് ചോറിന് നല്ലതാ, ചപ്പാത്തിക്ക് നല്ലതാ, വെറുതെ കഴിക്കാൻ നല്ലതാ. അപ്പൊ ഇത്രയുള്ള സംഭവം. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയൊരു ഡിഷുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.